സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞ പുതിയ അതിഥിയെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മുമ്പ് ഞാനിതിൻ്റെ മൊട്ടുകളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിറയെ പൂക്കളായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. പേര് കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഇനി കാണിച്ചു തരാനായിട്ടുള്ളത് പുതുതായി കിട്ടിയ ഒരു കോളിയോസ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരു കളർ കാണാൻ വേണ്ടി. വളരെ ചെറിയൊരു കമ്പായിരുന്നു കിട്ടിയത്. അങ്ങനെ കുത്തി അത് വളർന്ന് അതിൽ നിന്നും പൊട്ടിച്ചെടുത്ത് 2 തണ്ടുകളാക്കി ഇപ്പോൾ വളർന്നു വന്നിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ ഒരു ഫേണാണ്. പുതുതായിട്ട് വന്നതാണ്. ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ നമ്മുടെ ഓൺലൈൻ സെയിലിൽ പുതുതായി വന്ന പ്ലാന്റുകളാണ്. എല്ലായ്പ്പോഴും ചെടികളുടെ വീഡിയോ മാത്രം ഇടുന്ന സമയത്ത് എൻ്റെ കുഞ്ഞു കുഞ്ഞു പാചകങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. അവർക്ക് പരാതിയാണ്. അവരുടെ പരാതി തീർക്കാനായിട്ട് ചെറിയ പാചകങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വലിയൊരു പാചകക്കാരി അല്ലെങ്കിൽ പോലും അടുപ്പിൽ വിറക് കത്തിച്ച് കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇന്ന് കാണിക്കുന്നത്. ഇനി മനോഹരമായ ഈ പകലിൻ്റെ കാഴ്ചകളിൽ നിന്നും നമുക്ക് പതിയെ കിച്ചണിലേക്കൊന്ന് പോയി നോക്കാം. രാവിലെ ഇന്ന് ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാൻഡ്വിച്ചാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ചപ്പാത്തി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്യാനുള്ള ക്യാരറ്റ്, കക്കരിക്ക ഇതൊക്കെ നമുക്ക് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ചുട്ടെടുത്ത ചപ്പാത്തിയിലേക്ക് നമുക്ക് മയോനൈസ് ക്രീം പുരട്ടി കൊടുക്കാം. മുട്ടയുടെ വെള്ളക്കരു, അതുപോലെ സൺഫ്ലവർ ഓയിൽ, ഉപ്പ്, പഞ്ചസാര, വെളുത്തുള്ളി അല്ലി, ഒരൽപ്പം ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത നല്ല തിക്കായ മയോണൈസ് കിട്ടും. ഇതുപോലെ ക്യാരറ്റും കുക്കുംബറും ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ചപ്പാത്തി ഒരു രീതിയിൽ മടക്കി കൊടുക്കാം. ഇനി ഇതിൽ മുട്ട ചേർക്കണം എന്നുള്ളവർക്ക് മുട്ട പൊരിച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ടേസ്റ്റിയായ സാൻഡ്വിച്ചാണിത്. ഇതുപോലെ എല്ലാവർക്കും റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ രാവിലക്കത്തെ ഫുഡ്. ഇനി അതിലേക്ക് ചായയും കൂടെ റെഡിയാക്കി ഞങ്ങൾ മുറ്റത്തിരുന്നിട്ടാണ് ചായ കുടിക്കുന്നത്. അതിൽ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. അപ്പോൾ മുറ്റത്തിരുന്ന് നമ്മൾ ചായ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ഒക്കെയാണ് നമുക്ക് കിട്ടുക. മുകളിൽ ഗ്രീൻ നെറ്റ് ഉള്ള കാരണം കൊണ്ട് തന്നെ മുകളിൽ നിന്നൊന്നും ചാടുമെന്നുള്ളൊരു ഭയം ഇവിടെ ഇല്ല. സെയിനൊക്കെ വളരെ ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട്. ചായയുടെ തിരക്കും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കോഴികളും കിളികളും ഒക്കെയുള്ള ഭാഗത്തേക്കാണ് വിറകടുപ്പ്. ഞാൻ സ്പെഷ്യലായിട്ട് ഇവിടെ ഉണ്ടാക്കിയ ഒരു അടുപ്പാണ്. അകത്തുള്ള വിറകടുപ്പിൽ നമ്മൾ അങ്ങനെ കത്തിക്കാറില്ല. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കുക്കിങ്ങൊക്കെ ചെയ്യാറുള്ളത്. ഇവിടെ ആവുമ്പോൾ ഇതുപോലെ വെജിറ്റബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിന, പച്ചമുളക്, ഇങ്ങനെയുള്ള ഇഞ്ചി, ഇങ്ങനെയുള്ളതൊക്കെ ഇവിടെയാണ് നട്ടിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പഴയ കാലത്തെ ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടും. മണ്ണ് ഉള്ള മുറ്റവും കോഴിയും കിളികളും വിറകടുപ്പും ഒക്കെയായി കുറച്ച് സമയം ഇവിടെ എൻജോയ് ചെയ്യാറുണ്ട്. ഈ ഭാഗത്ത് അത്യാവശ്യം വേസ്റ്റ് ഉണ്ടാവും നമുക്ക് അടിച്ചു വരാനൊക്കെ. എല്ലാ തിരക്കും കഴിഞ്ഞു. ഇനി വിറകടുപ്പിലെ കുക്കിംഗ് ആണ്. നല്ല ഉണങ്ങിയ വിറകൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാറുള്ളത്. ഇന്ന് ബീഫ് വരട്ടും പരിപ്പ് കറിയാണ് റെഡിയാക്കുന്നത്. ആദ്യം ബീഫാണ് കുക്ക് ചെയ്യുന്നത്. ഇവിടെ നല്ല ഒരു പേരമരം വളരുന്നുണ്ട്, തളിരിലകളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ഉള്ളത്. കുറച്ച് സമയം നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്കും കൊടുക്കാറുണ്ട്. അപ്പോഴേക്കും ബീഫൊക്കെ തിള വരാൻ തുടങ്ങി.
നല്ല സ്മെല്ലൊക്കെ പുറത്ത് വരുന്നുണ്ട്. ചകിരിയും വിറകൊക്കെ വെച്ച് തയ്യാറാക്കുന്ന ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നല്ല വിറകിലൊക്കെ കത്തി വേവുന്നത് കുക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. കുറച്ച് പാടൊക്കെ തന്നെയാണ്, എന്നാലും എന്തോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതുപോലെ കുക്ക് ചെയ്തുണ്ടാക്കുന്ന ഫുഡൊക്കെ. പാചകമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും വെയിലിന് നല്ല ചൂട് പിടിച്ചിട്ടുണ്ട്. പൂത്ത് നിൽക്കുന്ന എൻ്റെ മന്ദാര ചെടിയുടെ പൂക്കളാണിത്. ഭംഗിയായി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പ്രകൃതിയുടെ ഭംഗി നമ്മൾ ആസ്വദിച്ച് അറിയുക തന്നെ വേണം. എല്ലാവരുടെ കണ്ണിലും പ്രകൃതിക്ക് ഭംഗി ഉണ്ടാവണമെന്നില്ല. ഓരോരുത്തരുടെ കാഴ്ചപ്പാടും ആസ്വാദന തികവുമൊക്കെയാണ് പ്രകൃതിക്ക് ഭംഗി കൂട്ടുന്നത്. നമ്മുടെ ചുറ്റുപാടുകളെ മനോഹരമാക്കി ഭംഗിയോടെ ഒരുക്കിയെടുക്കുന്നത് ഒരു വീട്ടമ്മയുടെ കഴിവ് തന്നെയാണ്. എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കാണണം എന്നാഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്തിടുക. ഇതുവരെ വീഡിയോ കണ്ടു നിന്ന പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലാന്റുകളുടെ പിക്ക് ഞാൻ അയച്ചു തരും. ആ അയച്ചു തന്ന പിക്കിൽ നിന്ന് വില കൊണ്ടും കാഴ്ച കൊണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചെടികളുടെ ഫോട്ടോ എനിക്ക് തിരിച്ചയച്ചു തരിക. അതും അതിൻ്റെ കൊറിയർ ചാർജും കൂടെ നിങ്ങൾ ഗൂഗിൾ പേ വഴിയോ ബാങ്ക് വഴിയോ എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നാൽ നമ്മുടെ 3 ദിവസമാണ് കൊറിയർ ഉള്ളത്. തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ ദിവസങ്ങളിൽ നമ്മൾ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നതാണ്. ഓൺലൈൻ സർവീസിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഓൺലൈനായിട്ട് നമ്മൾ ചെടികൾ അയക്കുന്ന സമയത്ത് പോട്ടുകൾ ഉണ്ടാവോ എന്നൊക്കെ ചോദിക്കും. പോട്ടുകൾ കൂടെ നമ്മൾ അയക്കുമ്പോൾ കൊറിയർ ചാർജ് നിങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചകിരിച്ചോറ് വെച്ചിട്ടാണ് പ്ലാന്റ് അയക്കുക. മാക്സിമം വെയിറ്റ് കുറച്ച് പ്ലാന്റ് അയക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അഗ്ലോണിമ, കലാത്തിയ, ആന്തൂറിയം, സിങ്കോണിയം ഇങ്ങനെ ഒത്തിരി ഇൻഡോർ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എല്ലാ കളറിലും മിനിയേച്ചർ ആന്തൂറിയം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ചെടികൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അത് നടുന്ന രീതിയും അതിന് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. സമയത്തിനനുസരിച്ചൊക്കെ റിപ്ലൈ നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെ സഹായവും സഹകരണവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.